ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അത് നമ്മൾ ഡ്രസ്സ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സിബ് അറ്റാച്ച് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ തികച്ചും ഇൻവിസിബിൾ ആയിട്ട് തന്നെയാണ് നമ്മളത് തയ്ച്ചെടുക്കുന്നത്. അതായത് ഉടുപ്പ് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് കാണാൻ കഴിയില്ല. ലൈനിങ്ങിനുള്ളിൽ കൂടിയാണ് നമ്മളിത് തയ്ക്കുന്നത്. ഫസ്റ്റ് മെത്തേഡിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ല ഫിനിഷിങ്ങും നീറ്റ് ലുക്കും തരുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ സാധാ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഉള്ളിലോട്ട് ഈ മടക്കി വെച്ചിരിക്കുന്ന 1 ഇഞ്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. അത് ഞാൻ 2 വശത്തും വിട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രോക്കിലൊക്കെ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, തുണി 2ആയിട്ട് മടക്കും, അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിടും, പിന്നെ ആയിരിക്കും പാറ്റേൺ വരച്ചു തുടങ്ങുന്നത്. എന്നിട്ട് നമ്മളതിനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ഇൻറ്റു മാർക്ക് ചെയ്തിരിക്കുന്നത് തുണിയുടെ ചീത്ത വശം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇൻവിസിബിൾ സിബ്ബർ എടുക്കുക. ഇപ്പം ഇൻവിസിബിൾ സിബ്ബർ ആണെങ്കിലും നോർമൽ സിബ്ബർ ആണെങ്കിലും ആ സിബ്ബറിൻ്റെ ഹോൾഡർ ഇതേപോലെ താത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 പല്ല് അതിനകത്ത് കാണാൻ കഴിയും. ഈ 2 പല്ലും അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇൻവിസിബിൾ സിബ്ബർ തയ്ക്കുന്ന സമയത്ത് ഈ 2 പല്ലിനെയും തിരിച്ചു വെച്ച് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ സിപ്പറിനെ 2 തുണിയുടെ ഉള്ളിൽ വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ തുണി ഞാൻ മാറ്റി, ഉള്ളിലെ തുണിയിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയിട്ട് 1/4 ഇഞ്ച് താത്തി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സിപ്പിൻ്റെ പല്ലുവശം. ആ പല്ലിനെ ഞാൻ തിരിച്ചു വെക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ആ പല്ല് എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ തുണിയിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റി മാർക്ക് ചെയ്തൊരു വര കണ്ടോ, അങ്ങോട്ടേക്ക് ഫേസ് ചെയ്താണ് ആ പല്ലിരിക്കുന്നത്. ഇനി സിബ്ബറിൻ്റെ തുടക്കത്ത് ഇച്ചിരി ഒരു ഉരുക്കിയ പോർഷൻ ഉണ്ടായിരിക്കും. അത് സിബ്ബർ ഹോൾഡർ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉരുക്കിയ ഭാഗവും നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഒരുമിച്ച് വെച്ച് തയ്ക്കുക. ഈ 1/4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മൾ കഴുത്ത് തയ്ക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ്. അപ്പോൾ ആ 1/4 ഇഞ്ചിൻ്റെ അവിടെ വേണം സിബ്ബറിൻ്റെ ഉരുക്കിയ ഭാഗവും വെക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി റൈറ്റ് സൈഡിലെ തുണി മാറ്റുക. അതിൻ്റെ ഉള്ളിലെ തുണിയിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് സിബിൻ്റെ പല്ലാണ്. അത് ലെഫ്റ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ? ഇനി ആ പല്ലിനെ നമ്മൾ തിരിച്ചു വെക്കും. അതായത് റൈറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്ത് വെക്കും. കണ്ടോ, ഇതേപോലെ തിരിച്ചു വെച്ചു. ഇനി എന്താ ചെയ്യുക? ആ സിബറിൻ്റെ തുടക്ക വശത്ത് ഇച്ചിരി ഒന്ന് ഉരുകിയിരിപ്പുണ്ട്. ആ ഉരുക്കിയ ഭാഗവും നമ്മൾ ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗവും തമ്മിൽ ഒരുമിച്ച് വെച്ച് പിൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സിബ്ബർ വെച്ച് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇൻവിസിബിൾ സിബ്ബറിൻ്റെ പല്ല് എങ്ങനെയാണോ ഇരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വെച്ച് പിൻ ചെയ്യുക. അത്രേ ഉള്ളൂ. വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. ആദ്യം നമ്മുടെ 2 പല്ലും അടുത്തടുത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ആ 2 പല്ലിനെയും തിരിച്ചു വയ്ക്കുക. അത്രേ ഉള്ളൂ. ഇനി ഇത് നമുക്കിനി ചേർത്ത് തയ്ച്ചെടുക്കണം. അതായത് ആ പല്ലിൻ്റെ എറമ്പിക്കൂടി തന്നെ നമുക്ക് ചേർത്ത് തയ്ച്ചെടുക്കണം. അപ്പം അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കണമെങ്കിൽ നമ്മുടെ നോർമൽ ഫൂട്ടർ കൊണ്ട് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിപ്പർ ഫൂട്ടർ എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹോളുള്ള ഫൂട്ടറാണുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഹോളുള്ള ഫൂട്ടറുണ്ട്, 2 സൈഡിലും ഹോളുള്ള ഫൂട്ടറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഫൂട്ടറുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഫൂട്ടറാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹോളുള്ള ഫൂട്ടറാണെങ്കിൽ നമ്മുടെ പല്ല് ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ വശം ഞാൻ തയ്ച്ചു. ഇനി രണ്ടാമത്തെ ഭാഗം തയ്ക്കുമ്പോഴും ഇതേപോലെ ഞാൻ തുണി തിരിച്ചു വെച്ചിട്ടാണ് തയ്ക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ലെഫ്റ്റ് സൈഡിൽ ഹോളുള്ള ഫൂട്ടറാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനിയാണ് ഞാൻ കഴുത്തടിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കഴുത്തെല്ലാം അടിച്ചതിന് ശേഷം ഇതേപോലെ സിബ്ബർ പിടിപ്പിക്കാം, അല്ലെങ്കിൽ സിബ്ബർ പിടിപ്പിച്ചതിന് ശേഷം കഴുത്ത് പിടിപ്പിക്കാം. അങ്ങനെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് നമ്മൾ കഴുത്ത് പഠിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ തിരിച്ചിടുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇതിൽ ഒന്നും തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ആകെ നിങ്ങൾ നോക്കേണ്ടത് ആ സിബ്ബർ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് 2 സിബ്ബറിൻ്റെയും പല്ല് അടുത്തടുത്തായിരുന്നു ഇരുന്നത്. പക്ഷേ നമ്മൾ തുണിയിലോട്ട് വെക്കുന്ന സമയത്ത് എങ്ങനെയാണോ ആ പല്ലിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ചു വയ്ക്കുക. അത്രയേ ഉള്ളൂ. 2 സൈഡിലും നമ്മൾ തിരിച്ചു വയ്ക്കുക. ഇപ്പം പല്ല് റൈറ്റ് സൈഡിലോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ തുണിയിൽ പിടിപ്പിക്കുമ്പോൾ ആ പല്ലിനെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ആ സിബ്ബർ ഒന്ന് മുകളിലോട്ട് വലിച്ചിട്ട് കഴിയുമ്പോൾ നോക്കിക്കേ, നിങ്ങൾക്കൊരു നേർത്ത വര പോലെയല്ലേ കാണുന്നുള്ളൂ. സിബ്ബർ പോലും കാണുന്നില്ല. അതിൻ്റെ ഉൾഭാഗം നോക്കിക്കേ, കണ്ടോ, നല്ല നീറ്റാണ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്ത പോലെയല്ല. അതിലും നല്ല നീറ്റാണ് ഈ ഒരു സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലാകെ വരുന്നൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്
നമ്മൾ ഇത് ഫ്രോക്കിലൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ വേസ്റ്റിൻ്റെ ഭാഗം നമ്മുടെ താഴത്തെ സ്കേർട്ട് ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ സിബ് വരുന്ന ഭാഗത്ത് ഇച്ചിരി ഒന്ന് കട്ടി വരും. അതല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും ഇല്ല. കണ്ടോ, എക്സസ് ആയി വന്ന സിബ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് അവിടെ ഒരു ലോക്കും കൊടുത്തു, കാരണം സിബ്ബർ താഴത്തോട്ട് പോവാണ്ടിരിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങളത് ഒരു 2-3 വട്ടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ താഴ്ഭാഗത്ത് ഇപ്പോൾ ഫ്രോക്ക് തയ്ക്കുമ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.